ഇവിടെ അരുൺകുമാർ കുറെ തമാശ പറഞ്ഞു. പവർ കട്ട് ഇല്ലാത്ത കേരളം. അരുൺകുമാറെ, ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം, കാര്യമായ പവർ കട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് കൂടംകുളത്തിലാണ്. ഓർമ്മയുണ്ടോ? കൂടംകുളം ആണവ നിലയത്തിന്റെ വൈദ്യുതി നിലയത്തിന്റെ ഊർജ്ജ നിലയത്തിന്റെ നിർമ്മാണം നടക്കുമ്പോഴേ കേരളത്തിൽ നിന്ന് ഒരാൾ കാറും വിളിച്ച് സമരം ചെയ്യാൻ പോയിരുന്നു. അങ്ങോരെ പേരെന്താ അറിയോ? ചിലപ്പോൾ താങ്കൾക്ക് അറിയും. VS അച്യുതാനന്ദൻ. കേരളത്തിൽ നിന്നും കാറും വിളിച്ച് തടയാൻ പോയതാ കൂടംകുളം. ഇന്ന് കേരളത്തിന് ഒരു വർഷം 266 മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്തിന് വരുന്നുണ്ട്. എത്ര? 266 മെഗാവാട്ട്. അച്യുതാനന്ദന്റെ സമരം വിജയിച്ചിരുന്നെങ്കിൽ കൂടംകുളം പദ്ധതി നിർത്തിവെച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഉണ്ടാവുമായിരുന്നു. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. പണ്ട് ട്രാക്ടറിനെ എതിർത്തു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ട്രാക്ടറിന്റെ ആളായി. പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിന്റെ ആളായി. ജയിലിനെയും നാഷണൽ ഹൈവേനെയും നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ എതിർത്തു, 20 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ ഒക്കെ ആളായി. കൂടംകുളത്തെ സമരം ചെയ്യാൻ കാറും വിളിച്ചു പോയി. ഇപ്പൊ പവർ കട്ടില്ല എന്ന് പറയുന്നു. അവിടുന്ന് വരുന്ന 266 മെഗാവാട്ടിന്റെ ഗുണ ഇത് നീ ദേവി ഇങ്ങനെ പറയരുത്. പിന്നെ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ മേന്മ അമേരിക്ക കടത്തിവെട്ടിന്ന്. അതെയോ? ഞാൻ ഈ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം വെക്കി. ഇനി മേലാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരാരും അസുഖം വന്നാൽ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോവില്ല, കേരളത്തിലെ ചികിത്സിക്കൂ എന്ന് പറ. ഞാൻ പല വീഡിയോസുകളിലും പല പോസ്റ്റുകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അറിയണത്. ഇതുപോലെ എത്ര കാര്യങ്ങളാണ്. അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര പേരെ മണ്ടന്മാരാക്കിയിട്ടുണ്ടാവും ഇവര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെന്തായാലും നിങ്ങളൊരു മറുപടി പറയണം. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്.